1983 നവംബർ മാസം 8 ഒരു കടുത്ത തണുപ്പുള്ള രാത്രി നോർവേയിലെ വെർജിൻ സർവകലാശാലയിലെ ഫോറൻസിക് സയൻസ് മോർച്ചറി ഡിപ്പാർട്ട്മെന്റിലേക്ക് 3 ശവശരീരങ്ങൾ കൊണ്ടുവന്നു. മരിച്ചിട്ട് 3 ദിവസം മാത്രമായ ഈ ശരീരങ്ങൾ ഇതിനകം തന്നെ ഭീകരമായ അവസ്ഥയിലായിരുന്നു. പക്ഷെ വരാനിരിക്കുന്ന ഭീതികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ ഒന്നുമല്ലായിരുന്നു. ഓട്ടോപ്സി റിപ്പോർട്ടിൽ 1 മുതൽ 3 വരെയുള്ള നമ്പറുകളിൽ സൂചിപ്പിക്കപ്പെട്ട ഈ ശരീരങ്ങളെല്ലാം ചില സെക്കൻഡുകൾക്കുള്ളിലാണ് മരിച്ചത്. പക്ഷെ അവയിലെല്ലാം അവിശ്വസനീയമായ സമ്മർദ്ദത്തിന്റെ അടയാളങ്ങൾ കാണിച്ചിരുന്നു. റിപ്പോർട്ട് പ്രകാരം അവർ മരിച്ചിട്ടുള്ള സമയത്തിനനുസരിച്ച് റിഗോർ മോർട്ടിസിന്റെ അവസ്ഥ സാധാരണയിൽ നിന്നും ശക്തമായിരുന്നു. അതായത് ഒരാൾ മരണപ്പെട്ടാൽ മണിക്കൂറുകൾക്കകം മാംസപേശികളിൽ ഉണ്ടാകുന്ന ഒരു കാഠിന്യമാണ് ഈ മൃത്യുജ കാഠിന്യം അല്ലെങ്കിൽ റിഗോർ മോർട്ടിസ്. അവരുടെ അവയവങ്ങളുടെ താഴ്ന്ന ഭാഗങ്ങളിൽ രക്തം കൂടിച്ചേർന്നിരുന്നു. ലിവർ മോർട്ടിസം സംഭവിച്ചതിനാൽ പ്രധാന രക്തനാളങ്ങളിൽ ഗുരുതരമായ രക്തസ്രാവത്തിന്റെ തെളിവുകളും ഉണ്ടായിരുന്നു. അവരുടെ ശ്വാസകോശങ്ങളിൽ ദ്രാവകം നിറഞ്ഞിരുന്നു. രക്തനാളങ്ങളിൽ വാതകം കൂടിച്ചേർന്നതിന്റെ ഫലമായി എല്ലാ അവയവങ്ങളും ഗുരുതരമായ കോശക്ഷയം സംഭവിച്ചിരുന്നു. അവരുടെ കരൾ വലുതായി വീർത്തിരിപ്പുണ്ടായിരുന്നു. അവരുടെ വയറുകൾ മുങ്ങിപ്പോയ അവസ്ഥയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ക്ഷതങ്ങൾക്ക് വിധേയമായിരുന്നു. അവരുടെ ഹൃദയങ്ങളെല്ലാം നശിച്ചിരുന്നു. നശിച്ച രക്തനാളങ്ങളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുന്ന കൊഴുപ്പ് കൊണ്ട് നിറഞ്ഞിരുന്നു. അത് സമ്മർദ്ദം കാരണം തിളച്ചു മറിയുന്ന ഒരു അവസ്ഥയിലായിരുന്നിരിക്കണം. ഓട്ടോപ്സി നടത്തിയ ഡോക്ടർ ഇതിനെ സിസ്ലിംഗ് ബട്ടർ ഓൺ എ ഫ്രൈയിങ് പാൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഒരു ഫ്രൈയിങ് പാനിൽ ബട്ടർ ഇട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? അത് ഉരുകി ഒരു ദ്രാവക രൂപത്തിലാവുകയും തിളയ്ക്കുകയും ചെയ്യും. അതായിരുന്നു അവരുടെ ശരീരത്തിനുള്ളിലും സംഭവിച്ചത്. ഈ അത്യുഷ്ണമായ കൊഴുപ്പ് മറ്റ് അവയവങ്ങളിലും കണ്ടെത്തി. അവരുടെ മസ്തിഷ്കവും സ്പൈനൽ കോഡും ഒരു ഭാഗത്തും മെച്ചപ്പെട്ട അവസ്ഥയിലേ അല്ലായിരുന്നു. ഓട്ടോപ്സി വെളിപ്പെടുത്തിയത് പ്രകാരം ഓരോ ശരീരത്തിന്റെയും മസ്തിഷ്കം അസാധാരണമായ രീതിയിൽ വെളുത്തിരുന്നു. അവരുടെ രക്തനാളങ്ങളിൽ കൂടുതൽ വാതകങ്ങളും കൊഴുപ്പുകളും കൊണ്ട് നിറഞ്ഞിരുന്നു. മസ്തിഷ്കത്തിന്റെയും സ്പെയിനിന്റെയും പല ഭാഗങ്ങളിൽ നീര് നിറഞ്ഞ മുഴയുണ്ടായിരുന്നു. അവരുടെ എല്ലുകളിൽ ചിലതിൽ കോശങ്ങളുടെ അകാല മരണത്തിന് കാരണമാകുന്ന മൈക്രോസ്കോപ്പിക് നെക്രോസിസിന്റെ തെളിവുണ്ടായിരുന്നു. ചുരുക്കത്തിൽ അവർ മരിച്ചതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയിലായിരുന്നു. ഈ 3 പേർ മാത്രമല്ല, 4ാമത് വീണ്ടും ഒരു ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. സാധാരണ മോർച്ചറി നടപടിക്രമങ്ങൾക്കനുസൃതമായി ആദ്യത്തെ 3 ശരീരങ്ങൾ മെറ്റൽ വീൽഡ് സ്ട്രക്ചറിലായിരുന്നു കൊണ്ടുവന്നത്. എന്നാൽ ഈ 4ാം നമ്പർ മൃതശരീരത്തിനെ ലബോറട്ടറിയിലേക്ക് 4 വലിയ പ്ലാസ്റ്റിക് ബാഗിലായിരുന്നു കൊണ്ടുവന്നത്. ആ ബാഗുകൾ സാധാരണ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കീറി മുറിക്കുന്ന സ്ലാബിലേക്ക് വച്ചപ്പോൾ അവർക്ക് അതൊരു മനുഷ്യനായിട്ടേ തോന്നിയില്ല. മറിച്ച് ഒരിക്കൽ മനുഷ്യനായിരുന്ന ഒരു അപൂർണമായിരുന്ന സിഗ്സോ പസിൽ പോലെയാണ് തോന്നിയത്. അതായത് പലവിധ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റിയതുപോലുള്ള ഒരു മനുഷ്യന്റെ പസിൽ. ആ ഒരു സമയത്ത് ഒരുപാട് ഓട്ടോപ്സി നടത്തിയ ഒരു പരിചയസമ്പന്നനായ ഡോക്ടർക്ക് പോലും ആ മേശപ്പുറത്ത് കിടന്നിരുന്ന കാഴ്ച വളരെ ആഴത്തിൽ അസ്വസ്ഥതയുണ്ടാക്കി. ഒരുപക്ഷെ അവരെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിയത് ആ 4ാം നമ്പറിന്റെ വെട്ടിമാറ്റപ്പെട്ട മുഖമായിരുന്നു. മൃദുവായ കോശങ്ങൾ ഒരു ഹാലോവിൻ മാസ്ക് പോലെ മേശപ്പുറത്ത് അങ്ങനെ കിടന്നു. കണ്ണുകളൊന്നും തന്നെ ഇല്ലാതെ മുകളിലേക്ക് നോക്കിയതുപോലെ തൊലി കീറി ചുവപ്പായി മാറിയിരുന്നു. വീർത്ത ചുണ്ടുകൾ. ഇത് കണ്ട ഡോക്ടർമാരുടെ ശരീരമാസകലം കോരിത്തെറിക്കാൻ തുടങ്ങി. ഒരു ഭീകരമായ സാഹചര്യം, മരണത്തെക്കാൾ അതിഭയാനകമായ കൃത്യം. അവിടെ എന്താണ് സംഭവിച്ചത്? ഈ ആളുകൾ ആരാണ്? അവരുടെ മരണത്തിന് ആരാണ് ഉത്തരവാദികൾ? കാട്ടുമൃഗമാണോ? ലോകത്തിലെ ഏറ്റവും ക്രൂരമായ അസ്വസ്ഥമായ സീരിയൽ കില്ലറാണോ? സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരു തെറ്റിന്റെ ഫലമായിരുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ മരണമായി രേഖപ്പെടുത്താൻ പോകുന്നത് 12 സെക്കൻഡ് സമയത്തിനുള്ളിൽ ചെയ്ത ഒരു തെറ്റ് കാരണം മാത്രമായിരുന്നു. എന്താണെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തുന്ന, വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു അപകടം, ഫൈബോ ഡോൾഫിൻ ഡൈവിംഗ് ഇൻസിഡന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അതൊരു ശനിയാഴ്ചയായിരുന്നു, നവംബർ 5, 1983. നോർവേയിലെ നോർത്ത് ഈസ്റ്റ് സെക്ടറിന്റെ ഭാഗത്തുള്ള ഫ്രിക് ഗ്യാസ് ഫീൽഡ് എന്ന എണ്ണപ്പാടം ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കടലിനടിയിലേക്ക് കുഴിച്ചുകൊണ്ടു പോവുകയായിരുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിൽ കടലിനടിയിലോട്ട് ഡ്രില്ല് ചെയ്യുന്ന സമയം പല മെയിൻ്റനൻസ് വർക്കുകളും നടക്കും.
ഇതിനായി കടലിനടിയിലോട്ട് 2 പേർ പോകാൻ തീരുമാനിച്ചു. 29-കാരനായ ബിയോൺ ഗിവർ ബെർഗസനും 34-കാരനായ ട്രൂൾസ് ഹെൽവിക്കും. അവർ ഈ കടലിനടിയിലോട്ട് ഏകദേശം 295 അടി ആഴത്തിലോട്ട്, അതായത് 100 മീറ്റർ താഴ്ചയിലോട്ടാണ് പോകേണ്ടത് ഈ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത്തരം കടലിനടിയിലോട്ട് നമുക്ക് നേരെ ചെന്ന് ഒരിക്കലും കടലിനടിയിലോട്ട് പോകാൻ സാധിക്കില്ല. കാരണം അവിടെ സമ്മർദ്ദം വളരെ അധികമായിരിക്കും. നമ്മൾ ക്രഷായി പോകാനുള്ള സാധ്യത അധികമാണ്. ഇതിനെ മറികടക്കാനായി ഡൈവിംഗ് ബെൽ എന്ന ഒരു എക്യുപ്മെന്റ് റിഗുകളിലായി ഘടിപ്പിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഡൈവിംഗ് ബെല്ലുമായി കടലിനടിയിലേക്ക് പോകും. അവിടെ മെയിൻ്റനൻസ് വർക്കുകൾ നടക്കും. പിന്നെ അതുമായി തന്നെ പൊങ്ങി മുകളിലേക്ക് വരും. പക്ഷെ അങ്ങനെ വന്ന ഉടൻ തന്നെ ആ ഡൈവിംഗ് ബെല്ലിൽ നിന്നും ഇവർക്ക് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. പെട്ടെന്ന് തന്നെ വരാൻ സാധിക്കില്ല. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും മരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ ഒരു ചാമ്പറിനുള്ളിലാണ് കുറച്ച് മണിക്കൂറുകളായിരിക്കുക. ഇവിടെ പ്രധാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ ഡൈവിംഗ് ബെല്ലിന്റെ അകത്താണോ ചാമ്പർ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ റിഗിൽ 2 ചാമ്പറാണുള്ളത്, ചാമ്പർ 1, ചാമ്പർ 2. ഇത് രണ്ടും ഡൈവിംഗ് ബെല്ലിന്റെ പുറത്തായിട്ട് റിഗിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡൈവിംഗ് ബെല്ലിന് പുറത്തേക്ക് ഇറങ്ങാതെ, പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ 2 പേരും മരിച്ചു പോകും, പെട്ടെന്ന് ഇറങ്ങിയാൽ മരിച്ചു പോകും എന്ന് ഞാൻ ഇതിനകം പറഞ്ഞിരുന്നു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാതെ ഈ ചാമ്പറിനകത്തേക്ക് എങ്ങനെയാണ് കയറാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ ഒരു ഡൈവിംഗ് ബെല്ലിന് കടലിനടിയിലേക്ക് ആവശ്യത്തിനനുസരിച്ച് താഴ്ത്താനും പൊക്കാനും സാധിക്കും. ഇതിന് 2 പേരുണ്ട് കൺട്രോൾ ചെയ്യാനായി. വില്യം കാമറോഡും മാർട്ടിൻ സൗണ്ടേഴ്സും എന്ന ഈ 2 പേരാണ്. ഇവരാണ് ഇത് മുഴുവനായും കൺട്രോൾ ചെയ്യുന്നത്. ആവശ്യത്തിനനുസരിച്ച് താഴ്ത്തുകയും ആവശ്യത്തിനനുസരിച്ച് പൊക്കുകയും ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡൈവിംഗ് ബെൽ മുകളിലേക്ക് പൊക്കിക്കൊണ്ടുവരുമ്പോൾ അത് നേരെ ഈ ചാമ്പറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് 2മായി അറ്റാച്ച് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഈ ഡൈവിംഗ് ബെല്ലിനുള്ളിലെ പ്രഷറും ചാമ്പറിനുള്ളിലെ പ്രഷറും ഈക്വൽ ആക്കും. എന്നിട്ട് മാത്രമേ ആ ഡോർ ഓപ്പൺ ആവുകയുള്ളൂ. അതിനുശേഷമാണ് ഡൈവിംഗ് ബെല്ലിനുള്ളിലെ വ്യക്തികൾ ചാമ്പറിനുള്ളിലേക്ക് കയറുക. ഇങ്ങനെ കടലിനടിയിലേക്ക് പോയ ആ 2 പേർ ചാമ്പർ 1ലേക്ക് കയറി. അങ്ങനെ ഞാൻ ഇതിനകം പറഞ്ഞ ബിയോൺ ഗിവറും ട്രൂൾസ് ഹെൽവിക്കും അവരുടെ ഡൈവിംഗ് ബെല്ലിൽ നിന്നും ചാമ്പർ 1ലേക്ക് പോയി. ഇനി അവർക്ക് റെസ്റ്റിംഗ് ടൈമാണ്, അവർ കിടന്നുറങ്ങുന്ന സമയമാണ്. അവർക്ക് പകരം മറ്റു ചില ആളുകൾ കടലിനടിയിലേക്ക് പോകും, മെയിൻ്റനൻസ് പണികളെല്ലാം ചെയ്യും. ചില മണിക്കൂറുകൾക്ക് ശേഷം മുകളിലേക്ക് വരും. പിന്നീട് ഈ 2 പേരും പോകും. ഇങ്ങനെയാണ് ഈ ഒരു ജോലി നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ജോലി വളരെ റിസ്കി ആയിട്ടുള്ള ജോലിയാണ്. അത്യധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജോലിയാണ്. ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് മരണം സംഭവിക്കാം. പക്ഷെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, വലിയ ശമ്പളമാണ് ഇവർക്ക് ലഭിക്കുന്നത്. $30,000 മുതൽ $45,000 വരെ പെർ മന്ത് ഇവർക്ക് ഈ ഒരു ജോലിയിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ ജീവിതം വെച്ചുള്ള കളിയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഇവർക്ക് ജീവൻ നഷ്ടപ്പെടാം. അങ്ങനെ ഇവർക്ക് ശേഷം കടലിനടിയിലേക്ക് പോകാൻ നിൽക്കുന്നത് 35-കാരനായ എഡ്വിൻ ആർതർ കവാർഡും 38-കാരനായ റോയ് ലൂക്കാസുമാണ്. അങ്ങനെ അവർ കാര്യങ്ങളെല്ലാം ശരിയാക്കി നേരെ ഡൈവിംഗ് ബെല്ലിനകത്തേക്ക് കയറി. അവർ കടലിനടിയിലേക്കും പോകുന്നു. ഇത്തവണ അവർക്ക് കടലിന്റെ അടിയിൽ 90 മീറ്ററോളം താഴ്ചയിലാണ് പോകേണ്ടത്. അവിടെയാണ് മെയിൻ്റനൻസ് വർക്ക് ഉള്ളത്. കടലിനടിയിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇതിനകം പറഞ്ഞു, മർദ്ദം അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഓരോ 10 മീറ്റർ താഴ്ചയിലേക്ക് പോകുന്നതനുസരിച്ച് ഒരു ATM വെച്ച് കൂടും. അതായത് ഇത്തവണ 90 മീറ്റർ താഴ്ചയിലേക്കാണ് പോകുന്നത്. 9 ATM ആണ് അവിടെയുള്ള പ്രഷർ. അതിൽ നമ്മൾ ക്രഷായി പോകും. എങ്കിലും അവർ ആ കടലിനുള്ളിലേക്ക് പോയി അവരുടെ ജോലികളെല്ലാം ചെയ്ത് നേരെ മുകളിലേക്ക് വരുന്നു. സേഫായി വന്നു, യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ അവർ ചാമ്പർ 2-നകത്തേക്ക് കയറുന്നു. ഇവർ ചാമ്പറിനകത്തേക്ക് കയറി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, അവർ വെള്ളത്തിനടിയിൽ നിന്നും പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ പ്രഷർ അത്രത്തോളം അധികമായിരിക്കും. ഇതിനകം പറഞ്ഞു, ഡൈവിംഗ് ബെല്ലിന്റെയും ചാമ്പറിന്റെയും ഉള്ളിലെ പ്രഷറുകൾ മെയിൻറ്റെയിൻ ചെയ്ത് ഒരേ രീതിയിലാക്കിയതിനു ശേഷമായിരിക്കും അവർക്ക് അതിനുള്ളിലേക്ക് കയറാൻ സാധിക്കുക എന്ന്. അപ്പോൾ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിലുള്ള പ്രശ്നം, അവരുടെ രക്തം, നമ്മൾ പെട്ടെന്ന് കടലിനടിയിൽ ഒരുപാട് താഴ്ചയിൽ പോയി പെട്ടെന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലുള്ള നൈട്രജൻ, ഇത് സാധാരണഗതിയിൽ രക്തത്തിൽ ലിക്വിഡ് ഫോമിലായിരിക്കും കാണപ്പെടുക. ടിഷ്യൂസിലൊക്കെ അലിഞ്ഞു ചേർന്ന് മിക്സ് ആയിട്ടായിരിക്കും കാണപ്പെടുക. എന്നാൽ പെട്ടെന്നുള്ള പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് നൈട്രജൻ ഗ്യാസായി ഫോം ആകും. അപ്പോൾ അവിടെ ബബിൾസ്, കുമിളകൾ ഫോം ആകും. നമ്മുടെ രക്തത്തിൽ കുമിളകൾ ഉണ്ടാകും. നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി, ഒരു സോഡ എടുക്കുക, ആ സോഡ കുപ്പിയെടുത്ത് പെട്ടെന്ന് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് അത് പൊട്ടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതിൽ നിന്നും ഒരുപാട് കുമിളകൾ ഫോം ആകും. അതുപോലെയാണ് രക്തത്തിലും ബബിൾസ് ഫോം ആകും. ഈ ബബിൾസ് ഫോം ആകുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയാത്ത വേദന ആയിരിക്കും ഉണ്ടാവുക. ആയിരക്കണക്കിന് മുട്ടുസൂചികൾ കുത്തിക്കഴിഞ്ഞാൽ, ഒരേ സമയത്ത് കുത്തിക്കയറിയാൽ എത്രമാത്രം വേദന ഉണ്ടാകുമോ അതേ വേദനയായിരിക്കും. ഈ വേദന സഹിക്കാൻ കഴിയാതെ പാരലൈസായി മരിക്കാൻ വരെ സാധ്യതയുണ്ട്.
ഇതിനെയാണ് ബെൻസ് അല്ലെങ്കിൽ ഡീകംപ്രഷൻ സിക്നസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതുവരെയും എല്ലാ കാര്യങ്ങളും വളരെ സേഫാണ്. ലൂക്കാസും എഡ്വിൻ ക്വാഡും ഡൈവിംഗ് ബെല്ലിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം നേരെ ചാമ്പർ 2 കയറിയിരിക്കുന്നു. ഇനി അവർ ചെയ്യേണ്ട കാര്യം ഡൈവിംഗ് ബെല്ലിന്റെ ഡോർ അടയ്ക്കണം. അതിനുശേഷം ചാമ്പറിന്റെ ഡോറും ക്ലോസ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇതിവർ നിരവധി തവണ 100-ലധികം തവണ ചെയ്തിട്ടുള്ളതാണ്. ഇതിലുള്ള എല്ലാ പ്രൊസീജിയേഴ്സും എങ്ങനെ അടയ്ക്കണം, എങ്ങനെ പൂട്ടണം, എന്തൊക്കെ ചെയ്യണം, ഇതെല്ലാം അവർക്ക് അറിയാവുന്നതാണ്. ഒരു പരിചയ സമ്പന്നതയുള്ള വ്യക്തികൾ തന്നെയാണ്. പക്ഷേ ആ ഒരു സെക്കൻഡ് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഡൈവിംഗ് ബെല്ലിന്റെ ഡോർ അവർ ക്ലോസ് ചെയ്തു. പക്ഷേ ഈ ചാമ്പർ 2-നകത്തുള്ള ഡോർ അവർ ക്ലോസ് ചെയ്യാൻ മറന്നു. പുറത്ത് ഇതിനെ ഊരി മാറ്റാൻ നിൽക്കുന്ന ക്രെമോണ്ട് എന്ന ഒരു വ്യക്തിയുണ്ട്. അയാളാണ് അതിന്റെ ക്ലാമ്പ് ഊരി മാറ്റുന്നത്. ഈ ഡൈവിംഗ് ബെല്ലിനെയും ചാമ്പറിനെയും കണക്ട് ചെയ്തിരിക്കുന്ന ക്ലാമ്പ് ഊരി മാറ്റുന്നത്. ഇദ്ദേഹം ഒരു ഓർഡർ കിട്ടുന്നതിന് മുൻപ് തന്നെ അത് ഊരി മാറ്റി. പിന്നീട് സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിച്ചു. ഒരു എക്സ്പ്ലോസീവ് ഡീകംപ്രഷൻ സംഭവിച്ചു. എല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ അവസാനിച്ചു. ഈ ചാമ്പറിനകത്തുള്ള പ്രഷർ എന്നത് 9 ATM ആണ്. അതാണ് വളരെ പെട്ടെന്ന് ഒരു മിസ്റ്റേക്ക് കാരണം ഒരു ATMലേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ എത്തി. വളരെ പെട്ടെന്ന് എയർ റഷാണ് അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നത്. സത്യത്തിൽ ഈ ഒരു പെട്ടെന്നുള്ള ഒരു വ്യത്യാസം കാരണം ആ ഡൈവിംഗ് ബെൽ പറന്നു പോകുന്നുണ്ട്. ആ സെക്കൻഡ് തന്നെ ആ ഡൈവിംഗ് ബെൽ പറന്ന് വില്യം ക്രമോണ്ടിന് നേരെ പതിച്ചു. അത് പറന്ന് അയാളുടെ നേരേക്ക് തന്നെ വന്നു വീണു. ഏകദേശം 4 ടണ്ണാണ് ഈ ഡൈവിംഗ് ബെല്ലിന്റെ ഭാരം. അത് വില്യം ക്രമോണ്ടിന്റെ മുകളിലേക്ക് വീണത് കൊണ്ട് തന്നെ ലങ്സ് മൊത്തത്തിൽ പൊളിഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ ഹൃദയമെല്ലാം പുറത്തേക്ക് വന്നു. നട്ടെല്ല് മുഴുവനായും പൊട്ടി. അദ്ദേഹത്തിന്റെ നെക്ക് മുഴുവനായും പൊട്ടി. സംഭവ സ്ഥലത്ത് തന്നെ വില്യം ക്രമോണ്ട് മരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന മാർട്ടിൻ സൗണ്ടേഴ്സ് ഗുരുതരമായ പരിക്കുകളോടുകൂടി രക്ഷപ്പെടുകയും ചെയ്തു. ഇനി നമ്മൾ അറിയേണ്ടത് ഈ ചാമ്പറിനകത്തുണ്ടായിരുന്ന 4 പേർ, ചാമ്പർ 1-ലും ചാമ്പർ 2-ലും. ഇവരുടെ അവസ്ഥ എന്നത് അതിഭയാനകമായ അവസ്ഥയായിരുന്നു. ഇഞ്ചിഞ്ചായി അവരുടെ ശരീരം കീറി മുറിക്കുന്ന തരത്തിൽ ഇഞ്ചിഞ്ചായിരുന്നു അവർ മരിച്ചത്. സത്യത്തിൽ അവരിൽ 3 പേരെ എടുത്തു പറയേണ്ടതാണ്. ലൂക്കാസ്, എഡ്വേർഡ്, ബെർജൻസൺ. ഇവർ ആ വാതിൽ നിന്നും കുറച്ചൊന്ന് അകലെയാണ് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ രക്തം മുഴുവനും തിളച്ച് മറിയാൻ തുടങ്ങി. ഇതെല്ലാം ചില സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിച്ചതാണ്. അവരുടെ രക്തം മുഴുവനും തിളച്ചു മറിയുകയും അവിടെ നൈട്രജൻ ബബിൾസ് ഫോം ആവുകയും 1000 ഒട്ടുസൂചികൾ ഒരേ സമയത്ത് ശരീരത്തിൽ കുത്തി കീറുന്ന വേദന. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ബ്ലഡ് വെസൽസ് എല്ലാം പൊട്ടി രക്തം പുറത്തേക്ക് വരികയാണ്. അകത്തുള്ള അവയവങ്ങളെല്ലാം ഉറച്ച് ഫിക്സ് ആകുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതെല്ലാം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്. അങ്ങനെ ചാമ്പറിനുള്ളിലുണ്ടായിരുന്ന 4 പേരുടെയും ബ്ലഡ് വെസൽസ് എല്ലാം പൊട്ടി ആ ചാമ്പർ മുഴുവനും അവരുടെ രക്തം തെറിക്കുകയാണ്. ഒരു സ്പ്രേ അടിക്കുന്നത് പോലെ മുഴുവൻ രക്തവും എല്ലായിടത്തുമായി ചിതറുന്നു. ഇവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് ചീസ് ഫ്രൈയിങ് പാനിലിട്ടാൽ അത് ഏത് രീതിയിലാണോ അലിയുന്നത് അതുപോലെ ഇവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഫാറ്റും ആ ഒരു രീതിയിലേക്ക് അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ഭയാനകമായിട്ടുള്ള സഹിക്കാൻ കഴിയാത്ത വേദനയായിരുന്നു ആ 3 പേരും സഹിച്ചത്. എന്നാൽ ഇവരെ താരതമ്യം ചെയ്യുമ്പോൾ മാരകമായി, അതിമാരകമായി സഹിക്കാനേ കഴിയാത്ത വേദന സഹിച്ച വ്യക്തി ഡോറിന്റെ ഏറ്റവും അടുത്ത് നിന്നിരുന്ന ഹെൽവിക്കിനായിരുന്നു. കാരണം അതിമാരകമായിട്ടുള്ള എയർ പ്രഷർ കാരണം, പെട്ടെന്നുള്ള എയറിന്റെ റഷ് പുറത്തേക്ക് വന്നത് കാരണം ഡോർ ചെറുതായൊന്ന് ലോക്കായി. അതായത് അവിടെ ചെറിയൊരു ഗ്യാപ്പ് അപ്പോഴും ഉണ്ട്. ആ ചാമ്പറിനുള്ളിലെ അത്രത്തോളം പ്രഷർ കാരണം ആ ചെറിയ ഗ്യാപ്പിൽ നിന്നും അദ്ദേഹത്തിന്റെ ശരീരത്തെ പുറത്തേക്ക് തള്ളുകയാണ് ഉണ്ടായത്. അതായത് നിങ്ങൾ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. ചെറിയൊരു ഇരുമ്പിന്റെ പൈപ്പ് അതിനുള്ളിലേക്ക് ഒരു മനുഷ്യ ശരീരത്തെ കുത്തിക്കയറ്റിയാൽ എങ്ങനെ ഉണ്ടാകും? അതായിരുന്നു അവിടെയും സംഭവിച്ചത്. എത്രമാത്രം വേദന സഹിക്കേണ്ടി വരും. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനായും ചിതറി പോവുകയാണ്. ആ ശരീരത്തിലെ തൊലികൾ മുഴുവനും ഇളകി പോവുകയാണ്. അങ്ങനെ ആ ശരീരം മുഴുവനും 2 പീസായി. ഇതിന്റെ ഫോട്ടോസും വീഡിയോസും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം ഗൂഗിളിൽ അവൈലബിൾ ആണ്. പക്ഷെ നമുക്കത് ഇവിടെ കാണിക്കാൻ സാധിക്കില്ല. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്തേക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഓരോന്നായി എടുത്തു പറയേണ്ട ആവശ്യമേ ഇല്ല. ശരീരത്തിനുള്ളിലുണ്ടായിരുന്ന എല്ലാം തന്നെ പുറത്തേക്ക് വന്ന ഒരവസ്ഥ. ഇതോടൊപ്പം തന്നെ ആ 3 പേർ അനുഭവിച്ച അതേ വേദന, ശരീരത്തിനുള്ളിൽ നൈട്രജൻ ബബിൾസ് ഫോം ആവുകയും ബ്ലഡ് വെസൽസ് എല്ലാം പൊട്ടി രക്തം പുറത്തേക്ക് വരികയും സഹിക്കാൻ കഴിയാത്ത വേദന, അതേ കാര്യങ്ങൾ ഇദ്ദേഹവും അനുഭവിച്ചു. പക്ഷേ ഈ 4 പേരിൽ ഏറ്റവും മാരകമായ വേദന അനുഭവിച്ചത് ഇദ്ദേഹം തന്നെയായിരുന്നു.
എന്താണെങ്കിലും ക്രമോണ്ട് എന്തിനാണ് യാതൊരു ഇൻഫോർമേഷനും ലഭിക്കുന്നതിന് മുൻപ് ക്ലാമ്പ് വലിച്ചൂരിയത് എന്ന് ഇപ്പോഴും അറിയില്ല. ഇത്രത്തോളം അപകടത്തിലോട്ട് ലീഡ് ചെയ്ത പ്രധാനപ്പെട്ട കാരണം ഇന്നും വ്യക്തമല്ല. പക്ഷേ പഠനങ്ങൾ പറയുന്നത്, ഏറ്റവും കൂടുതലായി പറയുന്നത്, ഒരുപാട് പഴക്കം ചെന്ന എക്യുപ്മെന്റ്സ് ആയിരുന്നു അത്. ഈ ചാമ്പറും ഡൈവിംഗ് വെല്ലും എല്ലാം ഒരുപാട് പഴക്കം ചെന്നതായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട അപകട കാരണം എന്നും പറയുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷനിലുണ്ടായിരുന്ന മിസ്റ്റേക്സ്, ഓർഡർ കിട്ടുന്നതിന് മുൻപുണ്ടായ ഒരു പ്രവർത്തനം ഒരുപക്ഷെ പ്രോപ്പറായി കേട്ടിട്ടുണ്ടാകില്ല. കാരണം അത് കടലല്ലേ. തിരമാലയുടെ ശബ്ദം കാരണം ഒരുപക്ഷെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ശരിയായ രീതിയിൽ കേട്ടിട്ടുണ്ടാകില്ല. അതുകൂടാതെ അവിടെ പ്രവർത്തിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ ശബ്ദം കാരണവും ഇവരുടെ കമ്മ്യൂണിക്കേഷനിൽ ചില മിസ്മാച്ചുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഇങ്ങനെയൊക്കെയാണ് പല പഠനങ്ങളും എടുത്തു പറയുന്നത്. എന്തായാലും കമ്പനി ഇവിടെ ചെയ്ത ഏറ്റവും മോശമായ ഒരു കാര്യം, ഇത്ര വലിയൊരു അപകടം സംഭവിച്ചിട്ടും അവരത് പൂട്ടിപ്പോയിട്ടൊന്നുമില്ല. ആ റിഗ് പൂട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. 2016 വരെയും അത് പ്രവർത്തിച്ചു. 2016 അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. കൂടാതെ ഈ മരിച്ച വ്യക്തികളുടെ കുടുംബത്തിന് ശരിയായ സെറ്റിൽമെന്റ്സ് പോലും ആ കമ്പനി നൽകിയിട്ടില്ലായിരുന്നു. പിന്നീട് കുടുംബം കേസും കാര്യങ്ങളുമായി മുന്നോട്ട് പോയി. 2009 ഈ ഫാമിലിക്ക് ശരിയായ രീതിയിലുള്ള ഒരു സെറ്റിൽമെന്റ് കമ്പനി കൊടുത്തത്. ഈ അപകടങ്ങൾക്കെല്ലാം ശേഷം ഇവരുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴായിരുന്നു പലരെയും അത് വല്ലാതെ വേദനിപ്പിച്ചത്. ഒരു മനുഷ്യന് ഒരിക്കലും ചിന്തിച്ചു പോലും എടുക്കാൻ കഴിയാത്ത രീതിയിൽ അതിനെ മരണം എന്നല്ല, മരണത്തേക്കാൾ അതിഭയാനകമായ ഒരവസ്ഥ എന്നാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെയായിരുന്നു ആ 4 പേരുടെ ശരീരവും ഉണ്ടായിരുന്നത്, പ്രധാനമായും ആ 4ാമത്തെ വ്യക്തിയുടേത്. ചരിത്രത്തിൽ ഇന്നും അതിമാരകമായ മരണങ്ങളിൽ ഒന്ന് എന്ന് രേഖപ്പെടുത്തുന്നതാണ് ഈ ഒരു ട്രാജഡി. എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരുപാട് പേർ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അടുത്ത ഏത് സംഭവത്തെക്കുറിച്ച് അറിയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.